വൈസ് ചാൻസലറുടെ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കണം എന്ന ഹർജിയിൽ കാലിക്കറ്റ് വിസി വിരമിക്കും മുൻപ് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. സർവകലാശാലയിൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്തുന്നതിനുള്ള ഓട്ടോമാറ്റ് സംവിധാനം നടപ്പാക്കിയതിലും അതിനുവേണ്ടി ബജറ്റും എസ്റ്റിമേറ്റും മറികടന്ന് തുക അനുവദിക്കാൻ വൈസ് ചാൻസലർ എം.കെ. ജയരാജ് നടത്തിയ നീക്കങ്ങൾ വഴി സർവകലാശാലയ്ക്ക് കനത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായെന്ന് ഹർജിയിൽ പറയുന്നു. നിയമവിരുദ്ധമായി പണം അനുവദിച്ചതുവഴി വിസി എം.കെ. ജയരാജ് അവിഹിത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും അതിലേക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗമായ റഷീദ് അഹമ്മദ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ജയരാജിന് നോട്ടീസ് അയച്ചത്. നാളെ ജയരാജ് കാലാവധി പൂർത്തിയാക്കി വിരമിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ നോട്ടീസ്. പുനർമൂല്യനിർണ്ണയത്തിനുള്ള ചോദ്യപേപ്പറുകൾ സൂക്ഷിക്കുന്നതിനായി ഓട്ടോമേറ്റഡ് സിസ്റ്റം നടപ്പിലാക്കാൻ തീരുമാനം എടുത്തിരുന്നു. എന്നാൽ ഇത് സർവകലാശാലയ്ക്ക് ഗുണകരം അല്ല എന്നും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും യൂണിവേഴ്സിറ്റിയിലെ ഫിനാൻസ് ഓഫീസർ നോട്ട് രേഖപ്പെടുത്തിയിരുന്നു. എങ്കിലും ഈ നോട്ട് മറികടന്ന് സർവകലാശാല നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. 9 കോടി രൂപയാണ് ആദ്യത്തെ എസ്റ്റിമേറ്റായി തീരുമാനിച്ചിരുന്നത്. ഇതുതന്നെ അധികമാണെന്നും ചിലവ് ഇതിൽ നിന്നും വളരെ അധികമാകുമെന്നും ഫിനാൻസ് വിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫയൽ നോട്ടിൽ പറഞ്ഞതുപോലെ 9 കോടിയിൽ ആരംഭിച്ച പദ്ധതി തീർന്നപ്പോൾ ഏകദേശം 26 കോടി രൂപയോളം ആയി. ബജറ്റിൽ പറഞ്ഞിരുന്ന തുകയുടെ മുകളിലേക്ക് ചിലവ് അധികരിച്ചിട്ടും പറഞ്ഞ തുക മുഴുവൻ കരാറുകാർക്ക് നൽകുകയാണ് വൈസ് ചാൻസലർ ചെയ്തത്. സർവകലാശാല ചട്ടപ്രകാരം സർക്കാർ ഫിനാൻസ് സെക്രട്ടറി ഉൾക്കൊള്ളുന്ന സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻസ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ നടപടി പിന്നീട് സിൻഡിക്കേറ്റ് സാധൂകരിക്കുകയായിരുന്നു. സർവകലാശാല ചട്ടപ്രകാരം സർക്കാർ ഫിനാൻസ് സെക്രട്ടറി ഉൾക്കൊള്ളുന്ന സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻസ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ നടപടി പിന്നീട് സിൻഡിക്കേറ്റ് സാധൂകരിക്കുകയായിരുന്നു. നിയമവിരുദ്ധമായി വൻ തുകകൾ അനുവദിച്ചത് വഴി സർവകലാശാലയ്ക്ക് കനത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയും അതിൽ നിന്നും എം.കെ. ജയരാജ് അവിഹിത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. 26 കോടി രൂപ മുടക്കി പണിത സിസ്റ്റം ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തിക്കാതിരിക്കുകയും അതുവഴി 26 കോടി രൂപ മൊത്തത്തിൽ നഷ്ടമാകുന്ന സാഹചര്യവും ഉണ്ടായി. മുഴുവൻ ഓട്ടോമാറ്റിക് ആകും എന്ന് പറഞ്ഞ് നടപ്പിലാക്കിയ പദ്ധതി ഇപ്പോൾ 15 അധികം യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെ മുഴുവൻ സമയം നിയമിച്ചാണ് നടപ്പിലാക്കുന്നത്. ഈ നടപടികൾക്കെതിരെ സിൻഡിക്കേറ്റ് അംഗമായ റഷീദ് അഹമ്മദ് 2023 നവംബറിൽ ഗവർണർക്ക് പരാതി സമർപ്പിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ച പരിഗണിക്കും. ഹർജിക്കാരനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം കോടതിയിൽ ഹാജരായി.